പ്രവാചകൻ പറഞ്ഞു, ഇമാമായിട്ട് നിൽക്കുന്ന ആളുകളോട് നിർദ്ദേശിച്ചു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അമ്മ അഹദുകും الناس فليخفف فإن فيهم الصغير والكبير والضعيف والمريض فإذا صلى وحده فليصلي كيف شاء റവാഹു മുസ്ലിം. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ ഫൽയുഖഫിഫ്, നിങ്ങൾ ലഘൂകരിക്കണം. കാരണം ഫഇന്ന ഫീഹിം, നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങളിൽ കുട്ടികളുണ്ടാകും, പ്രായാധിക്യമുള്ളവരുണ്ടാകും, ദുർബലന്മാരുണ്ടാകും, രോഗികളുണ്ടാകും. അവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വദവിൽ ഹാജ, ആവശ്യമുള്ള ആൾക്കാർ, പെട്ടെന്ന് സ്ഥലത്ത് പോകേണ്ടവരൊക്കെ ഉണ്ടാകും. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഫല്യുസല്ലി കൈഫ ശാ, ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിസ്കരിക്കാം. അപ്പൊ നബി അതാ സാഹചര്യവും സന്ദർഭമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്റെ മഅ്മൂമീങ്ങളുടെ ആവശ്യങ്ങളും എന്ന് പറഞ്ഞാൽ മഅ്മൂമീങ്ങളിൽ ഇന്നത്തെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഒരു പരാതി കിട്ടി. അദ്ദേഹം മുആദ് റളിയല്ലാഹു തആല അൻഹു സല്ലല്ലാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ അൽ-ആഖിറ, നബിയോടൊപ്പം മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നബിയോടൊപ്പം നിസ്കരിച്ച അതേ മുആദ് റളിയല്ലാഹു തആല അൻഹു ഖുബായിലുള്ള ബനു അംർ ഇബ്നു ഔഫിന്റെ ആ പ്രദേശത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിസ്കരിച്ചിട്ടില്ലാത്ത ആൾക്കാരെയും കൊണ്ട് അദ്ദേഹം ഇശാ നിസ്കാരത്തിന് ഇമാമായി നിന്നു. ഇവിടെ വേറൊരു മസല മനസ്സിലാക്കാറുണ്ട്. നബിയോടൊപ്പം ഫർദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ഒരു സഹാബി മറ്റൊരു സ്ഥലത്ത് നിസ്കാരം നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇമാമായിട്ട് നിന്നു. അതെന്താ ഇതിനർത്ഥം? അപ്പൊ അവിടെ തുടർന്ന ആൾക്കാർ വാസ്തവത്തിൽ തുടർന്നത് ആരെയാണ്? സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെയാണ്. കാരണം ഇമാമിന്റെ ഫർദ് ഇവിടെ നബിയോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫർദ് നിസ്കരിക്കുന്നവന് സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ വേണമെങ്കിൽ തുടരാം, വിരോധമല്ല എന്നൊരു മസ്തര കൂടി അതിന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പിന്നീട് വിശദീകരിക്കാനുണ്ട്. അപ്പോ ഇദ്ദേഹം ചെയ്തു, നബിയോടൊപ്പം നിസ്കാരം കഴിഞ്ഞ്, നബി തന്നെ സാധാരണ ഇശാവ് വളരെ പിന്തിച്ചിട്ടേ നിസ്കരിക്കാറുള്ളൂ. അപ്പൊ അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട്. നബിയോടൊപ്പമുള്ള നിസ്കാരവും കഴിഞ്ഞ് ഖുബായിലേക്ക് എത്താനുള്ള സമയമെടുത്ത് പിന്നീട് അവിടെ പോയിട്ട് അവിടുത്തെ നിസ്കാരത്തിന് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇദ്ദേഹം ഇമാമായിട്ട് നിന്നിട്ട് അദ്ദേഹം ഓതിയതെന്താരോ സൂറത്ത് അൽ-ബഖറ. ഇത്രയൊക്കെ സമയം വൈകിട്ട് അദ്ദേഹം ഇമാമത്ത് നിന്നപ്പോ ഓതിയത് സൂറത്ത് അൽ-ബഖറയാണ്. അൽ-ബഖറയായിട്ട് തുടങ്ങി. അൽ-ബഖറ തുടങ്ങി ആൾക്കാർ വിചാരിച്ചു ഇതിപ്പോ എന്ന സ്ഥലത്തെത്തിയ റുക്കൂയിലേക്ക് പോകുമായിരിക്കുന്നു, പോണില്ല. അപ്പൊ ഫൻഫറദ ബഅദുൽ ഖൗമി വസല്ലാ വഹദഹു, ചിലരൊക്കെ ഇമാമിനോടൊപ്പം തുടർച്ചയാണ് മുറിച്ചിട്ട് ഒറ്റക്ക് നിസ്കരിച്ച് സലാം കുറ്റിയാൻ പോയി. ഈ പരിപാടി നമുക്ക് നടക്കൂല എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ നിസ്കരിച്ചു. അപ്പോ ചിലരൊക്കെ പറയാൻ തുടങ്ങി നാഫഖ ഫുലാൻ, മുനാഫിഖീങ്ങളാണ് ആ പോയതൊക്കെ എന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടായി. എന്താ അവർ അങ്ങനെ ചെയ്യാൻ? അപ്പൊ പ്രശ്നം, ഈ നിസ്കരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു വല്ലാഹി മാ നാഫഖ്തു, ഞങ്ങളൊന്നും മുനാഫിഖീങ്ങളായിട്ടില്ല, നിങ്ങൾ ഈ പരിപാടി ഏതായാലും നടക്കൂല. നേരെ എത്രയും വൈകി നിങ്ങളെ കാത്തിരിട്ട് നിങ്ങൾ അൽ-ബഖറയാണ് തുടങ്ങുക, ഊതാണ് നിങ്ങളാണ് ഊതിക്കോളി, ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞ് ഒരു സലാം ഊതി പിരിഞ്ഞു പോയി. അപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ മുനാഫിഖ് എന്ന് വിളിച്ചോനെ ഞാൻ വെറുതെ വിടൂല, വല ആത്തി എന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പോവുകയും ചെയ്യും. എന്നിട്ട് ഫഅതാഹു, ഞാൻ അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നു, ഫഅഖബറഹു, വിവരം പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പണി ചെയ്ത മുആദ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, അഫത്താനുൻ അൻത യാ മുആദ്, എന്താ മുആദ്, കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കാണോ, ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാണോ? അല്ലാ സല്ലൈത ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ വശംസി വദുഹാഹാ വല്ലൈലി ഇദാ യഗ്ഷ, ഇതൊക്കെ ഒരു നിസ്കരിച്ചാൽ മതിയെന്നില്ല. എപ്പോഴാ ഇവിടുന്ന് തന്നെ ഒരുപാട് നേരം വൈകി അവിടെ പോയി പിന്നെ അത്രയും സമയമായിട്ട് ഒരുപാട് പ്രയാസമുള്ള ആൾക്കാരൊക്കെ ഉറക്കളിച്ച് കാത്തിരിക്കുമ്പോ ഈ അന്നേരൊക്കെ ഒന്ന് പരിഗണിക്കണ്ടേ, ആളുകളുടെ പ്രശ്നം പരിഗണിക്കണ്ടേ? അവിടെയും അൽ-ബഖറയുടെ ഓതിക്കൂടോ? അവിടുത്തെ കുഴപ്പമുണ്ടാക്കുകയാണോ? അതുകൊണ്ട് ആൾക്കാരെ വെറുപ്പിക്കാതെ ആ സമയത്തേക്ക് യോജിച്ചുകൊണ്ട് കുറച്ച് ആ സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലയോ അല്ലെങ്കിൽ വശംസി വദുഹാഹാ എന്നുള്ളതോ വല്ലൈലി ഇദാ യഗ്ഷയോ അല്ലെങ്കിൽ അത്രമാത്രം വരുന്ന ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ മതിയായിരുന്നില്ലേ എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിക്കുകയുണ്ടായി എന്ന് ഹദീസിൽ പറയുന്നു. അപ്പൊ അതൊക്കെ നീട്ടലും കുറക്കലൊക്കെ എപ്പോഴും ഇങ്ങനെ ചില വക്തുകൾക്ക് ഇങ്ങനെ ചുരുക്കലല്ല, സന്ദർഭത്തിന്റെയും അതേപോലെ തന്നെ സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇമാമിനൊരു തീരുമാനിക്കാവുന്നതാണ് എന്നർത്ഥം.